കേശുവേട്ട മറക്കല്ലേട്ടോ, വൈകിട്ട് വിളിക്കാൻ വരണേ. അമ്മ പറഞ്ഞത് കേട്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും വന്നെത്തി നോക്കി. ആദ്യം നോക്കട്ടെ, ഉറപ്പില്ല. ഓഫീസിൽ വർക്ക് കൂടുതലുണ്ടെങ്കിൽ ഞാൻ വേഗം. അമ്മു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബസ്സിന് പൊക്കോ. തലയാട്ടി മൂളിക്കൊണ്ട് അമ്മു തിരിഞ്ഞതും അറിയാതൊരു നോട്ടം കല്ലുവിൽ വീണിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോയതാണ്. ആദ്യം നോക്കുന്നത് കണ്ടതും അവളുടെ മുഖം കൂർത്തു. അത് കണ്ടതോടെ വേഗം തിരിഞ്ഞു അവൻ. ഇനിയിപ്പോൾ ഞാൻ നോക്കിയെന്ന് വിചാരിച്ച് പ്രശ്നമാക്കണ്ട. കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി അവൻ. കോളേജ് ഗേറ്റ് കടന്നു ക്ലാസ്സിലേക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ ആണ് അമ്മുവിൻ്റെ കണ്ണുകൾ അവൻ്റെ നേർക്ക് നീണ്ടത്. ആരാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ, അവളുടെ സാർ തന്നെ. ചാടിത്തുള്ളി അമ്മു പറഞ്ഞതും കല്ലു അവളെ ചൊറഞ്ഞു നോക്കി. മോളെ അമ്മു, എന്നും കാണുന്നതല്ലേ ഈ മുതലിനെ. ആളുടെ ഒരു അമ്പിയാട്ടൻ. ഇടയ്ക്കിടയ്ക്ക് അമ്പി അന്നനാകുന്നത് നീ കാറുണ്ടല്ലോ അല്ലേ? അതേടി, അമ്പി അന്നനാകും. കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങനെ എൻ്റെ റെമോ ആക്കി മാറ്റും. ഇല്ലെങ്കിൽ നീ നോക്കിക്കോ. ആത്മകിച്ചുകൊണ്ട് നടന്നു കല്ലു. പിന്നാലെ അമ്മുവും. ക്ലാസ്സിലെ പതിവ് പോലെ തന്നെ അമ്മു അമ്പിസാറിൻ്റെയും വായി നോക്കിയിരുന്നു. ഒടുവിൽ എന്നത്തെയും പോലെ വഴക്കും ഗെറ്റൗട്ടും എന്നൊരു അലർച്ചയും കിട്ടിയപ്പോൾ അമ്മുവിന് സമാധാനം കിട്ടി. അംബരീഷ് ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളുന്നത് കണ്ടു. കല്ലു ആണെങ്കിൽ കിളി പോയിരിക്കുകയാണ്. എന്നും ദേഷ്യപ്പെടുന്നത് കാണാറുണ്ട്. എങ്കിൽ ഇന്ന് ആളുടെ ദേഷ്യം ഇത്തിരി കൂടിപ്പോയോ എന്നായിരുന്നു ആളുടെ സംശയം. പക്ഷെ അമ്മുവിനൊരു കുലക്കവും ഇല്ല. ദിവസങ്ങൾ വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. കല്ലുവിനെ ഇപ്പോൾ എല്ലാവർക്കും വലിയ കാര്യമാണ്. അവളിൽ അവൻ കണ്ടത് ഗിരിജയെ ആയിരുന്നു. കല്ലുവിനെ കാണാൻ ഏകദേശം ഗിരിജയെ പോലെയായിരുന്നു. അടുപ്പം കല്ലുവിനോടാണ് എന്ന് പറഞ്ഞ് ചെറിയൊരു കുശുമ്പുണ്ട് ആദ്യക്ക്. എല്ലാവരും കൂടെ തലയിൽ കയറ്റി വെച്ച് സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൾക്ക് ഇത്രയും അഹങ്കാരം എന്നായിരുന്നു അവൻ്റെ ഉള്ളിൽ. അതവൻ ആരോടും പറഞ്ഞില്ലെന്ന് മാത്രം. അന്നൊരു ഞായറാഴ്ച ആയിരുന്നു. ഉച്ച കഴിഞ്ഞ് പെട്ടെന്നാണ് മുകുന്ദൻ തിരക്കിട്ട് ലളിതയോട് അമ്മുവിനെ ഒരുക്കാൻ പറയുന്നത്. ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ടത്രേ. ദേവനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്തു. അയാൾ ആ നിമിഷം അമ്മുവിൻ്റെ മനസ്സ് തകർന്നിരുന്നു. അവളെ ഒരുക്കി കൊടുക്കാൻ വന്ന കല്ലുവിന് മനസ്സിലായിരുന്നു അവളുടെ ദുഃഖം. കല്ലു, പ്ലീസ് നീ പറയൂ അച്ഛനോട്, എനിക്ക് കല്യാണം വേണ്ട, എന്നെ ആരും കാണാനും വരണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മു? നിന്നെ ഇതുവരെ ഇഷ്ടമാണെന്ന് പോലും പറയാത്ത ആൾക്ക് വേണ്ടി നീ വാശി പിടിക്കുന്നേ? ഇപ്പോൾ ഇതൊരു പെണ്ണ് കാണൽ അല്ലേ? വെറുതെ ഒന്ന് ഒരുങ്ങി നിൽക്ക്. പിന്നെ അംബരീഷ് സാർ നിനക്കുള്ളതാണെങ്കിൽ നിന്റെ അടുത്തേക്ക് തന്നെ എത്തും. കല്ലു പറയാൻ മറുപടി ഇല്ലാതെ ഒന്ന് തലയാട്ടി അമ്മു. അതേസമയം തന്നെ വാതിൽപ്പടിയിൽ ആദ്യം സുധിയും പ്രത്യക്ഷപ്പെട്ടിരുന്നു. കല്ലുവിനെ നോക്കാതെ ആദ്യം അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നതും അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു. അമ്മൂസ്, ഏട്ടൻ അറിയാലോ മോളുടെ മനസ്സ്. അവർ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോട്ടേടാ, കല്യാണമൊക്കെ പിന്നത്തെ കാര്യം അല്ലേ? അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ പറയ. സുധിയും കല്ലുവും ഒരു പുഞ്ചിരിയോടെ അവരെ നോക്കി നിന്നിരുന്നു. മുഖം ഉയർത്തി നോക്കി ആദ്യയുടെ കണ്ണുകൾ ഉടക്കിയത് കല്ലുവിൽ. ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നവളെ കാണാൻ കണ്ണൊടുക്കാൻ തോന്നിയില്ല. തൻ്റെ മനസ്സിൽ കുഴിച്ചു മൂടിയതെല്ലാം വീണ്ടും തളർത്തി വരുന്നുവോ? അതിന് ഞാൻ അവ മണ്ണിട്ട് മൂടിയിരുന്നു. ചാരം മൂടി കിടക്കുകയായിരുന്നു. ആ കനൽ ഇപ്പോഴും തൻ്റെ മനസ്സിലുണ്ട്. അതൻ തിരിച്ചറിഞ്ഞു. മിഴികൾ പിൻവലിക്കാതെ നോക്കി നിന്നവളും പെട്ടെന്ന് എന്തോ ഓർത്ത് നോട്ടം മാറ്റി സുധിയെ നോക്കി. ആദിയുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി ചെറുതായി മങ്ങിയിരുന്നു. അമ്മുവിനെ മാത്രം നോക്കി പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് കടന്നു. അമ്മുവിനെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് സുധിയും. അതേസമയം തന്നെ പുറത്ത് കാർ വരുന്ന ശബ്ദം കേട്ടു. ദേ ടീ വന്നു തോന്നുന്നു എന്ന് പറഞ്ഞ് കല്ലു ജനലിൻ്റെ അടുത്തേക്ക് ഓടി. ഇടിഞ്ഞ മനസ്സുമായിരുന്നതേ ഉള്ളൂ അമ്മു. അയ്യോ അമ്മു, ദേ ആരാ വന്നേക്കുന്നെന്ന് നോക്കിയേ. അംബരീഷ് സാർ. കല്ലുവിൻ്റെ ഒച്ചക്കെട്ട് കണ്ണുകൾ മേച്ചിരുന്നു അമ്മു. പിന്നെ ഒരൊറ്റ ഓട്ടമായിരുന്നു ജനലിൻ്റെ അരികിലേക്ക്. കല്ലുവിനെ തള്ളി മാറ്റി പുറത്തേക്ക് നോക്കിയതും കണ്ടു. പുഞ്ചിരിയോടെ ആദ്യക്ക് കൈകൊടുത്തുകൊണ്ട് അകത്തേക്ക് കയറുന്ന അവരുടെ അമ്പിയേട്ടനെ. വേറെ കുറച്ച് പേരും ഉണ്ട്. കല്ലു വിഷുവേട്ടൻ്റെയും സുധിയേട്ടൻ്റെയും മുഖത്തെ ചിരി നോക്കിയ കള്ളന്മാർ. അവർക്ക് അറിയാമായിരുന്നു സാറാ വരുന്നതെന്ന്. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഒരേ സമയം സന്തോഷവും സങ്കടവും വന്നു പോയി അമ്മുവിന്. ഞാൻ പറഞ്ഞില്ലേ അമ്മു, അംബരീഷ് സാർ നിനക്കുള്ളതാണെങ്കിൽ നിനക്ക് തന്നെ കിട്ടും എന്ന്. ഇപ്പോൾ എന്തായി? നിന്റെ സ്നേഹം അങ്ങേർക്ക് മനസ്സിലായല്ലോ. യോടെ കല്ലു പറയവളെ ചേർത്ത് പിടിച്ചിരുന്നു അമ്മു. എല്ലാവർക്കും മുന്നിലേക്ക് ചായം കൊണ്ട് ചെല്ലുമ്പോൾ അമ്മുവിൻ്റെ ചുണ്ടിൽ മനസ്സിൽ നിറഞ്ഞ പുഞ്ചിരി ആയിരുന്നു. അംബരീഷിന് ചായ കൊടുത്തുകൊണ്ട് മുഖം ഉയർത്തി നോക്കിയപ്പോൾ അവൻ്റെ മുഖത്ത് കുസൃതിച്ചിരി. അമ്മുവിൻ്റെ മുഖം ചുമന്നു പോയിരുന്നു. അവളൊന്ന് മാറി രുദ്രയുടെ പുറകിൽ പോയി നിന്നു. അവളുടെ മുഖത്തും ചിരിയാണ്. അതോടെ അമ്മുവിന് മനസ്സിലായി എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് എന്ന്. അപ്പോൾ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള സ്ഥിതിക്ക് ഇതങ്ങോട്ട് ഉറപ്പിക്കാം. അവിടെ നിന്നും വന്ന ഒരു കാരണവർ പറഞ്ഞതോടെ അമ്മുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം ആയി. നിശ്ചയത്തിൻ്റെ ഡേറ്റ് അറിയിക്കാം എന്ന് പറഞ്ഞ് അവർ പോയതോടെ അമ്മുവിനെ എല്ലാവരും വാരാൻ തുടങ്ങിയിരുന്നു. മക്കളെ, അമ്മുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അവളുടെ അതേ പ്രായം തന്നെയാണ് കല്ലവും. അവളുടെ കാര്യം തീരുമാനിക്കാൻ ഉള്ളത് നമ്മൾ മാത്രമാ. എൻ്റെ മോള് പോയില്ലേ? അത് പറയാവരുടെ കണ്ണം ഇടറി. ദേവനും മുകുന്ദനും അടക്കം എല്ലാവരും നിശബ്ദരായി. കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ? അല്ല, എൻ്റെ ആഗ്രഹമാ അത്. കല്ലുമോള് സുധിയോ കേശവോ ആരെങ്കിലും ഒരാൾ കല്യാണം കഴിക്കണം എന്ന എൻ്റെ ആഗ്രഹം. എൻ്റെ കൺമുന്നിൽ നിന്ന് എൻ്റെ കുട്ടിയെ എങ്ങോട്ടും വിടാൻ വയ്യ എനിക്ക്. എല്ലാവരും ആദ്യം ഒന്ന് പകച്ചു. എങ്കിലും പിന്നീട് അവരിലെല്ലാം പുഞ്ചിരി മുട്ടിട്ടു. കല്ലുവിൻ്റെ മുഖത്ത് നിർവചിക്കാൻ കഴിയാത്തൊരു ഭാവം.
അല്ല അമ്മേ, അതിനാദ്യം വേണ്ടത് കല്ലുമോളുടെ സമ്മതമാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ സുധി കല്ലുവിനെ കല്യാണം കഴിക്കട്ടെ അല്ലേ? അവർ തമ്മിൽ അടുപ്പം അല്ലേ? കേശുവിന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്താ സുധിയുടെയും കല്ലുവിൻ്റെയും അഭിപ്രായം? മുത്തശ്ശി ഇരുവർക്കു നേരെ തിരിഞ്ഞതും സുധിയുടെ ചുണ്ടിൽ പുഞ്ചിരിയാണ്. പക്ഷെ അവിടെ നടന്ന തീരുമാനത്തിൽ തകർന്നത് ആദിയായിരുന്നു. അവൻ നോക്കിയത് കല്ലുവിനെയായിരുന്നു. അവളൊരു പുഞ്ചിരിയോടെ സുധിയെ നോക്കി നിൽക്കുന്നതും കണ്ടതും ആദ്യ അകത്തേക്ക് തിരിഞ്ഞു നടന്നിരുന്നു. നിറയുന്ന കണ്ണുകൾ എല്ലാവരിൽ നിന്നും മറച്ചു പിടിക്കാനുള്ള വെപ്രാളത്തോടെ. നെഞ്ച് വല്ലാതെ വിങ്ങുന്നുണ്ട്, കണ്ണുകൾ നിറയുന്നുമുണ്ട്. ആൺകുട്ടികൾ കരയാൻ പാടില്ലെന്ന് മുത്തശ്ശി പറയാറുണ്ട്. പക്ഷേ സഹിക്കാൻ പറ്റാത്ത വിഷമം വന്നാൽ എന്തു ചെയ്യും? അത്രത്തോളം നെഞ്ച് കലങ്ങിയിരുന്നു. ആദ്യമായിട്ടൊരു പെണ്ണിനോട് തോന്നിയ ഇഷ്ടം അതൊന്നുമല്ലാതായിപ്പോയി. തൻ്റെ സ്നേഹത്തിന് വിലയില്ലാതായിപ്പോയതുപോലെ. ജീവനേക്കാളേറെ ഇഷ്ടമായിരുന്നു അവളെ. തിരിച്ചു എന്തെങ്കിലും സ്നേഹിച്ചാലോ എന്ന് കരുതി. പക്ഷേ ഇനി അവളെ തനിക്ക് ആരുമല്ല, തൻ്റെ സുധിയുടെ ഭാര്യ, തൻ്റെ പെങ്ങളുടെ സ്ഥാനം. സ്നേഹിച്ച പെണ്ണിനെ എങ്ങനെ ആ സ്ഥാനത്ത് കാണാൻ കഴിയും? ചിന്തകൾ പിടിമുറക്കിയപ്പോൾ തലയിണയിലേക്ക് മുഖം പോയിട്ട് കിടന്നു. തലയിണ നനയുന്നത് അറിഞ്ഞു. അരുത് എന്ന് മനസ്സ് വിലക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ കണ്ണുകൾ അത് അനുവദിച്ചില്ലെന്ന് മാത്രം. എക്സ്ക്യൂസ് മീ, എൻ്റെ നായകന്മാർ കരയും. കിടന്ന കിടപ്പിൽ ഉറങ്ങിപ്പോയിരുന്നു. പിന്നീട് എഴുന്നേൽക്കുമ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. എല്ലാവരും പോയി. ഇത് മനസ്സിലായി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ അടുക്കളയിലുണ്ട്. അച്ഛൻ പുറത്തെങ്ങോ പോയിരിക്കുന്നു. അമ്മ സന്തോഷത്തോടെ ആർക്കോ ഫോൺ ചെയ്യുന്നു. അവളുടെ സാറായിരിക്കും. അവളുടെ പ്രണയം പൂവണിഞ്ഞ സന്തോഷം അവളുടെ മുഖത്ത് കാണാം. അത് കണ്ടുള്ളിലൊരു തണുപ്പ് വീണെങ്കിലും തൻ്റെ പ്രണയം നഷ്ടപ്പെട്ടത് ഒരാൾക്ക് ഉള്ളിൽ കാർമേഘം വന്ന് മൂടി. അറിയാതെ നോട്ടം ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഇപ്പോൾ തൻ്റെ പ്രണയിനി മറ്റൊരാളുടേതാകാൻ തയ്യാറെടുക്കുകയാണ്. അവൻ്റെ മനസ്സ് പോലെ ആകാശത്തു കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി നിന്നിരുന്നു. പിറ്റേന്ന് തന്നെ അമ്മുവിൻ്റെയും അംബരീഷിൻ്റെയും ജാതകം നോക്കൽ കഴിഞ്ഞു. 10-ൽ 8 പൊരുത്തം എന്നു കണ്ടതോടെ നിശ്ചയം തീരുമാനിപ്പിക്കപ്പെട്ടു. അധികം വൈകിക്കണ്ട എന്നായതുകൊണ്ട് വരുന്ന ഞായറാഴ്ച നിശ്ചയം വെക്കാനും തീരുമാനിച്ചിരുന്നു. നിശ്ചയത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോകാൻ തീരുമാനിച്ചത് ആദിയുടെ വണ്ടിയിലാണ്. അമ്മുവിന് സാരി എടുത്തു. ഒപ്പം തന്നെ കല്ലുവിനും എടുക്കുന്നത് കണ്ടപ്പോഴാണ് ഞായറാഴ്ച മറ്റൊരു നിശ്ചയം കൂടെ നടക്കുന്നുണ്ടെന്ന് ആദിക്ക് മനസ്സിലായത്. ഈയിടെയായി വീട്ടിലെ കാര്യങ്ങൾ ഉള്ള ശ്രദ്ധ കുറഞ്ഞിരുന്നു. ഏകാന്തത നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ ഓഫീസിൽ നിന്നും നേരം വൈകിയേ വരാറുള്ളൂ. രാവിലെ തന്നെ പോകുകയും ചെയ്യും. അധികം ആരോടും സംസാരിക്കാതെയായി. അമ്മയോട് പോലും. ഇന്ന് ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് അച്ഛൻ വിളിക്കുന്നത്. നേരത്തെ എത്താൻ പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതല്ലേ. താൻ ഇല്ലെന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. മനസ്സോടെ പോകാൻ റെഡിയായി ഇറങ്ങുമ്പോൾ സുധിയുടെ എന്തോ തമാശക്ക് പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന കല്ലുവിനെ കണ്ടുള്ള മനസ്സമാധാനം പോയിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ ഡ്രൈവ് ചെയ്തത് ആദിയായിരുന്നു. സുധിയുടെ വണ്ടിക്ക് എന്തോ പ്രോബ്ലം ആയതുകൊണ്ട് എല്ലാവരും അതിലുണ്ട്. തിങ്ങി ഞെരുങ്ങിയാണ് ഇരിപ്പ്. കടയിൽ ചെന്ന് എല്ലാവരും എന്തൊക്കെ വാങ്ങിക്കൂട്ടുന്നത് കണ്ട് ആദ്യം അനങ്ങാതെ ഇരുന്നതേയുള്ളൂ. ഒന്നിലും ഇടപെടാൻ വയ്യാതെ കണ്ണുകൾ അടച്ചു കിടക്കവേ തലവേദനിക്കാൻ തുടങ്ങിയിരുന്നു അവന്. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഏകദേശം 9 മണിയോളമായിരുന്നു. ഷോപ്പ് അടക്കാറായി എന്ന് പറഞ്ഞപ്പോൾ ആണ് എല്ലാവരും ഇറങ്ങിയത്. തിരികെ ഡ്രൈവ് ചെയ്യാൻ ആദിക്ക് വയ്യ എന്ന് പറഞ്ഞത് കൊണ്ട് സുധി ചെയ്യാം എന്ന് പറഞ്ഞു. ഏറ്റവും പിറകിലെ സീറ്റിൽ ചെന്നിരുന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ. വണ്ടി സ്റ്റാർട്ടായപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ തൻ്റെ അടുത്തിരിക്കുന്ന ആളെ കണ്ട് ഞെട്ടിപ്പോയി. അതോടെ ആ ഭാഗം മെയിൻ ചെയ്യാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇടയ്ക്ക് തൻ്റെ തോളിൽ ഒരു ഭാരം മറിഞ്ഞു നോക്കുമ്പോൾ കല്ലുവിൻ്റെ തോളിൽ തലചായ്ച്ച് ഉറങ്ങുന്നു. ശ്വാസം നിന്നതുപോലെ ആയിപ്പോയി. കല്യാണി പതിയെ വിളിച്ചതും അവളൊന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. ഉറങ്ങട്ടെ ആദിയേട്ട. ചുണുങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് ആദ്യ സംശയത്തോടെ അവളെ നോക്കി. സുധിയേട്ടെന്ന് വിളിച്ചതാവും അതോർത്തു. ഒന്ന് തട്ടി വിളിച്ചതും അവൾ കണ്ണു തുറന്നു നോക്കി. ആരുടെ അടുത്താണെന്ന് ആദ്യം ഓർമ്മ വന്നില്ലെങ്കിലും ആരുടെയോ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചാണ് താൻ ഇരിക്കുമെന്ന് മനസ്സിലായതും അവൾ മുഖം ഉയർത്തി നോക്കി. അനങ്ങാതെ ഇരിക്കുന്ന ആദ്യം കണ്ടതും വീഴ്ചൊന്ന് നോക്കി വേഗം അവൻ്റെ തോളിൽ നിന്നും കൈയെടുത്ത് നീങ്ങി മുന്നോട്ട് നോക്കിയിരുന്നു. ആദിയുടെ ചുണ്ടിൽ എന്തിനോ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. പക്ഷേ വണ്ടി ഓടിക്കുന്ന സുധിയെ കണ്ടതും അത് മങ്ങി. പിറ്റേന്ന് ആദിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും നിശ്ചയം വിളിക്കാൻ ലളിതയുടെ വീട്ടിലേക്ക് പോയി. ആദി വരുമ്പോൾ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ചെറുതായി മഴ പെയ്യുന്നത് കൊണ്ട് ആദി പിന്നെ പുറത്തേക്ക് പോയില്ല. ഈയിടെയായി ചെറിയച്ഛൻ്റെ വീട്ടിലേക്കും പോകൽ കുറവാണ്. ഒരു ചായ ഇട്ട് കൊടുക്കും നേരമാണ് കാളിംഗ് ബെൽ അടിക്കുന്നത്. ചെറിയമ്മ ആകും എന്ന് കരുതി തുറന്നത് മുന്നിൽ നിന്നിരുന്നത് കല്ലു ആയിരുന്നു. ഒരു നിമിഷം അമ്പരന്ന് പോയി അവൻ. പിന്നെ അവളുടെ കയ്യിൽ ഒരു ചെറിയ പാത്രം കണ്ടപ്പോൾ മനസ്സിലായി ചെറിയമ്മ എന്തോ കൊടുത്തു വിട്ടതാണെന്ന്. സരളമായി തന്നതാ. കുറച്ച് കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയും. ലളിതമായൊക്കെ വരാൻ വേഗം എന്ന് പറഞ്ഞു. അവൻ്റെ മുഖത്ത് നോക്കാതെ എങ്ങോ നോക്കി ആണ് സംസാരം. ഒന്ന് മൂളി അവൻ ആ പാത്രം വാങ്ങി അടുക്കളയിൽ കൊണ്ടുവച്ചു. ഹാളിൽ ചെല്ലുമ്പോൾ അവിടെ തന്നെ ഉണ്ട്. പുറത്ത് മഴ കൂടുതൽ ആയി പോരാത്തതിന് ഇടിയും മിന്നലും. അതുകൊണ്ടാണ് അവൾ പോകാത്തതെന്ന് മനസ്സിലായി. പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് ഞെട്ടിത്തെറിച്ചു. അവൻ വന്നത് അവൾ കണ്ടില്ലായിരുന്നു. മറുപടി വന്നതും പിന്നെയൊന്നും മിണ്ടിയില്ല. 2 പേർക്കും ഒന്നും സംസാരിക്കാൻ ഇല്ലായിരുന്നു. ഇതേവരെ ഇരുവരും ഒറ്റയ്ക്കുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടും ഇല്ലായിരുന്നു. ആ ഒരു അകൽച്ച. വേണ്ടെന്ന് വെച്ചിട്ടും അവളിലേക്ക് തന്നെ കണ്ണുകൾ ചായുന്നത് അവൻ അറിഞ്ഞു. പുറത്ത് വിട്ടെന്ന് ഓരോടിക്കും ആൾ ഞെട്ടുന്നുണ്ട്. ഇടക്ക്
ഇടയ്ക്ക് ചെവിയിലേക്ക് കൈവെക്കുന്നത് കണ്ട് ഇടിമിന്നൽ അവൾക്ക് പേടിയാണെന്ന് മനസ്സിലായി. അവന് പതി എഴുന്നേറ്റ് പോയി ഹാളിൻ്റെ ഡോർ അടച്ചിട്ടു. താൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളുമോ? ഞാൻ റൂമിലേക്ക് പോകുക, തലവേദനിക്കൊന്ന്, ഒന്ന് കിടക്കണം. മറുപടി പ്രതീക്ഷിച്ചില്ല പറഞ്ഞത്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കൂല, എനിക്ക് മിന്നൽ പേടിയാ. ഞാനും വരാം റൂമിലേക്ക്, നിങ്ങൾ കിടന്നു. അവളെ വെറുതെ ഒന്ന് നോക്കി അവൻ മുറിയിലേക്ക് പോയി. വെറുതെ പറഞ്ഞതാവും എന്ന് കരുതിയെങ്കിലും അവൾ പിന്നാലെ വരുന്നത് കണ്ടതും ചിരി വന്നുപോയി. ചിരിയോടെ ഓർത്തവൻ മുറിയിലേക്ക് കയറി. പിന്നാലെ കല്ലവും. അകത്തേക്ക് ചെന്നതും എന്തോ എടുത്തെറിയും പോലെ വലിയൊരു ശബ്ദത്തോടെ ഇടിയും മിന്നലും കൂടെ ഒരുമിച്ച് വെട്ടിയതും കല്ല് പേടിച്ച് ആദ്യം ചുറ്റിപ്പിടിച്ചിരുന്നു. പെട്ടെന്നുള്ള പ്രകൃതിയുടെ ശബ്ദകോലാഹലത്തിൽ ആദ്യം ഞെട്ടിപ്പോയിരുന്നു. ഒപ്പം അവൾ തന്നെ കെട്ടിപ്പിടിച്ചതിൻ്റെ ഞെട്ടലും. അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ഇടിമുഴക്കം പോലെ തൻ്റെ ഹൃദയത്തിൻ്റെ ശബ്ദവും പുറത്തേക്ക് വരുന്നുണ്ടെന്ന് തോന്നി അവന്. അപ്പോഴും അവൾ പിടിവിടാതെ അവൻ്റെ നെഞ്ചിൽ പുറകെ പുണർന്നു നിറഞ്ഞതേയുള്ളൂ. ആദിക്ക് തൻ്റെ മനസ്സിലെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് മനസ്സിലായിരുന്നു. ഒരിടി കൂടി കിട്ടിയതും കല്ല് വീണ്ടും കണ്ണുകൾ മുറുക്കി അടച്ചവനിലേക്ക് ചേർന്നു നിന്നു. യാന്ത്രികമായി ആദിയുടെ കൈകളും അവളെ ചുറ്റി വരിഞ്ഞു. ഇതുവരെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന പ്രണയം പുറത്തേക്ക് വരാൻ മുമ്പുന്നത് അവൻ അറിഞ്ഞു. അതിൻ്റെ ആദ്യഫലം എന്നോണം അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു.